അല്ലാഹു താല സിറിയയിലെ സുറാൻ ജനതയിലേക്ക് അയ്യൂബ് അലൈഹിസ്സലാമിനെ പ്രവാചകനായി അയച്ചു. അയ്യൂബ് അലൈഹിസ്സലാം വളരെ ധനികനായിരുന്നു. അല്ലാഹു അദ്ദേഹത്തെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന് ധാരാളം ദാസന്മാരും ആടുകളും ഉണ്ടായിരുന്നു. അല്ലാഹു അദ്ദേഹത്തിന് ധാരാളം ഭൂമിയും സ്വത്തുക്കളും നൽകി. അയ്യൂബ് നബി വ്യാപാരം ചെയ്തു. അദ്ദേഹത്തിന്റെ വ്യാപാരങ്ങൾ എല്ലായിടത്തും വ്യാപിച്ചു കിടന്നു. അയ്യൂബ് നബിക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു. നബി ആരോഗ്യവാനും ശക്തനുമായിരുന്നു. അക്കാലത്ത് എല്ലാവരും അയ്യൂബ് നബിയുടെ സുഹൃത്തുക്കളാകാൻ ആഗ്രഹിച്ചു. അയ്യൂബ് നബി ഭൂമിയിലെ അനുഗ്രഹങ്ങളാൽ സമ്പന്നനായിരുന്നു. പിന്നീട് അള്ളാഹു വരാനിരിക്കുന്ന തലമുറയ്ക്ക് അയ്യൂബ് നബിയെ ക്ഷമയുടെ ഒരു മാതൃകയാക്കാൻ നബിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അയ്യൂബ് അലൈഹിസ്സലാമിനെ പരീക്ഷിക്കാനുള്ള സമയം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ എല്ലാ വ്യാപാരവും അടച്ചുപൂട്ടുകയും അദ്ദേഹത്തിന്റെ എല്ലാ സമ്പത്തും അവസാനിക്കുകയും ചെയ്തു. കൂടാതെ അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ മക്കളും മരണപ്പെട്ടു. ഒരു കുട്ടിയെ നഷ്ടപ്പെടുന്നത് തന്നെ വലിയ വേദനയാണ്. അയ്യൂബ് അലൈഹിസ്സലാമിന്റെ എല്ലാ മക്കളും അദ്ദേഹത്തിന്റെ കൺമുന്നിൽ മരിച്ചു. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ എല്ലാ മൃഗങ്ങളും കന്നുകാലികളും നശിച്ചു. ഇതോടൊപ്പം അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ആരോഗ്യവും അദ്ദേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. നബി ഗുരുതരമായി രോഗബാധിതനായി. രോഗം വളരെ കഠിനമായതിനാൽ അയ്യൂബ് അലൈഹിസ്സലാമിന് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പോലും കഴിഞ്ഞില്ല. പേശികളെല്ലാം ഉരുകാൻ തുടങ്ങി. അയ്യൂബ് നബിയുടെ എല്ലാ ചികിത്സകളും അവസാനിച്ചു. ആ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ എല്ലാ സുഹൃത്തുക്കളും അദ്ദേഹത്തെ വിട്ടുപോയി. ഈ രോഗം പടരുമെന്ന് അവർ ഭയപ്പെട്ടു. അയ്യൂബ് അലൈഹിസ്സലാമിന്റെ രോഗം പടരുന്നതായിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ എല്ലാ സുഹൃത്തുക്കളും ബന്ധുക്കളും നബിയെ വിട്ടുപോയി. നബിയെ സേവിക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമേ അവശേഷിച്ചുള്ളൂ. അവർ വളരെ വിശ്വസ്തയായ ഭാര്യയായിരുന്നു. റഹ്മത്ത് ബീവി നബിയെ സേവിച്ചു. നബിയെ പരിചരിക്കുകയും കുളിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ എല്ലാ സമ്പത്തും പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥയിലെത്തി. വിൽക്കാൻ പോലും ഒന്നുമില്ലാതായി. പിന്നീട് അയ്യൂബ് നബിയുടെ ഭാര്യ ആളുകളുടെ വീടുകളിൽ വേലക്കാരിയായി ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് പണം സമ്പാദിക്കുകയും അത് ഭർത്താവിന്റെ മരുന്നുകൾക്കും സേവനങ്ങൾക്കും ചിലവഴിക്കാൻ തുടങ്ങി. ഈ പരിശോധന 1-2 മാസം നീണ്ടു നിന്നില്ല. ചരിത്രപ്രകാരം ഈ പരീക്ഷണ കാലയളവ് 18 വർഷമായിരുന്നു. അള്ളാഹുവിന് ഏറ്റവും മികച്ചത് എന്താണെന്ന് നന്നായി അറിയാം. അയ്യൂബ് അലൈഹിസ്സലാം അത്രയും കാലം വിശ്വാസത്തോടെ ക്ഷമയോടെ ജീവിച്ചു. അദ്ദേഹം ആരോടും പരാതി പറഞ്ഞില്ല. നബിയെ ഖുർആനിൽ പരാമർശിക്കുന്നത് നീതിമാനായ ദാസൻ എന്നാണ്. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. അയ്യൂബ് നബിയുടെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവൻ നിങ്ങളുടെ രോഗം സുഖപ്പെടുത്തുകയും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം മാറ്റിത്തരുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ അയ്യൂബ് അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ എനിക്ക് ലജ്ജ തോന്നുന്നു. കാരണം ഞാൻ സന്തോഷത്തിലായിരുന്നിടത്തോളം കാലം എനിക്ക് രോഗവും ദാരിദ്ര്യവും അനുഭവപ്പെട്ടിട്ടില്ല. എനിക്ക് എന്റെ റബ്ബ് എല്ലാ അനുഗ്രഹങ്ങളും തന്ന അത്രയും കാലം എനിക്ക് അസുഖങ്ങൾ തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ദുആ ചെയ്യാത്തത്. അള്ളാഹു തന്നെ എന്നെ സുഖപ്പെടുത്തട്ടെ, അല്ലെങ്കിൽ എന്റെ അവസ്ഥ മാറട്ടെ. ഇത്രയും വർഷം കടന്നുപോയതുപോലെ ഞാൻ ഇത്രയും കാലം അനുഗ്രഹങ്ങളിൽ ജീവിച്ചതുപോലെ, അതുപോലെ ഈ രോഗത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും മുക്തി നേടാൻ ഞാൻ ക്ഷമ കാണിക്കും. ഇത് കേട്ടപ്പോൾ അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ഭാര്യ നിരാശയായി. കാരണം അയ്യൂബ് നബി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അത് ശരിയാവുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ഇപ്പോൾ സ്ഥിതിഗതികൾ വളരെ മോശം ഘട്ടത്തിലെത്തി. അയ്യൂബ് അലൈഹിസ്സലാമിന്റെ രോഗം തന്റെ ഭാര്യയിലൂടെ ആളുകളെ ബാധിക്കുമോ എന്ന ഭയത്താൽ ഭാര്യയ്ക്ക് ജോലി നൽകാൻ ആളുകൾ വിസമ്മതിക്കാൻ തുടങ്ങി. സാഹചര്യം വളരെ മോശമായിരുന്നതിനാൽ ഒരു ദിവസം അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ഭാര്യയ്ക്ക് തന്റെ മുടി പോലും മുറിച്ച് വിൽക്കേണ്ടി വന്നു. അതിലൂടെ അവർ വീട്ടുചെലവുകൾക്ക് പണം കണ്ടെത്തി. ഇത് കണ്ട അയ്യൂബ് നബിക്ക് വളരെയധികം വേദന തോന്നി. അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, എനിക്കൊരു രോഗമുണ്ട്. കരുണ കാണിക്കുന്നവരെക്കാൾ കരുണയുള്ളവനാണ് നീ. ഞാൻ പരീക്ഷിക്കപ്പെട്ടു. നീ കരുണാമയനാണ്. എന്റെ അവസ്ഥ നന്നായി അറിയുന്നവൻ നീയാണ്. അയ്യൂബ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അള്ളാഹു ഉടനടി സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ പരീക്ഷണം അവസാനിപ്പിച്ചു. ആദ്യമേ ദുആ ചെയ്തിരുന്നെങ്കിൽ അതുടൻ സ്വീകരിക്കപ്പെടുമായിരുന്നു. എന്നാൽ അയ്യൂബ് അലൈഹിസ്സലാം പരീക്ഷണത്തിൽ ക്ഷമ കാണിച്ചു. അതുകൊണ്ടാണ് ക്ഷമയുടെ ഉദാഹരണം നൽകുമ്പോഴെല്ലാം അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ക്ഷമയെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നത്. അയ്യൂബ് അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ കാൽ നിലത്തടിക്കുക. അയ്യൂബ് അലൈഹിസ്സലാം കാൽ നിലത്തടിച്ചപ്പോൾ ഒരു നീരുറവ പുറത്തു വന്നു. കുളിക്കാനും കുടിക്കാനുമുള്ള തണുത്ത വെള്ളമാണിത്. ആ വെള്ളത്തിൽ കുളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന് പുറത്തുള്ള രോഗം ഭേദമായി.
ആ വെള്ളം ഉള്ളിലേക്ക് കുടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിനുള്ളിലെ രോഗവും ഭേദമായി. മുമ്പത്തെ പോലെ അയ്യൂബ് നബിക്ക് വീണ്ടും ആരോഗ്യം ലഭിച്ചു. ഭാര്യ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവർക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ബീവി നബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകനായ എന്റെ ഭർത്താവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യൂ, എന്റെ ഭർത്താവ് ആരോഗ്യവാനായിരുന്നപ്പോൾ അവർ നിങ്ങളെപ്പോലെയായിരുന്നു. അദ്ദേഹവുമായി സാമ്യമുള്ള ഒരാളെ ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടേയില്ല. ഇത് കേട്ട് അയ്യൂബ് നബി പറഞ്ഞു, നീ എന്നെ തിരിച്ചറിഞ്ഞില്ലേ? അവർ അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ അയ്യൂബ് നബിയാണ്. അപ്പോൾ ബീവി പറഞ്ഞു, സുബ്ഹാനല്ലാ, രോഗം ഭേദമായെന്ന് റഹ്മത്ത് ബീവി തിരിച്ചറിഞ്ഞു. അള്ളാഹു ദയയുള്ളവനാണ്. അള്ളാഹു ആ യുവാവിനെ അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ഭാര്യയിലേക്ക് തിരികെ നൽകി. ഇതിനുശേഷം അള്ളാഹു അവർക്ക് വീണ്ടും കുട്ടികളെ നൽകി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അയ്യൂബ് അലൈഹിസ്സലാം കുളിക്കുമ്പോൾ അവർക്ക് സ്വർണ്ണ നാണയങ്ങൾ ലഭിക്കാൻ തുടങ്ങി. അള്ളാഹു അയ്യൂബ് നബിയെ കുളിക്കുമ്പോൾ അനുഗ്രഹിച്ചു. അയ്യൂബ് അലൈഹിസ്സലാം തന്റെ വസ്ത്രത്തിലെ സ്വർണ്ണ നാണയങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. അപ്പോൾ അള്ളാഹു ചോദിച്ചു, ഓ അയ്യൂബ്, ഞാൻ നിന്നെ സമ്പന്നനാക്കിയില്ലേ? ഈ പുതിയ സമ്പത്തിൽ നിന്ന് ഞാൻ നിന്നെ അശ്രദ്ധനാക്കിയില്ലേ? അയ്യൂബ് അലൈഹിസ്സലാം പറഞ്ഞു, അതെ എന്റെ നാഥ, പക്ഷേ നിന്റെ കാരുണ്യത്തെയും അനുഗ്രഹങ്ങളെയും എനിക്ക് അവഗണിക്കാൻ കഴിയില്ല. അള്ളാഹു അയ്യൂബ് നബിക്ക് യുവത്വവും ആരോഗ്യവും സമ്പത്തും തിരികെ നൽകി. കുടുംബത്തെയും കുട്ടികളെയും വീണ്ടും നൽകി. അള്ളാഹു ആഗ്രഹിക്കുന്നവരെ പരീക്ഷിക്കുന്നു. അള്ളാഹു ആഗ്രഹിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. അള്ളാഹു നമ്മിൽ നിന്ന് എന്തെങ്കിലും എടുത്താൽ അതിനേക്കാൾ മികച്ചത് അള്ളാഹു നൽകുന്നു. ഖുർആനിൽ അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ക്ഷമയെ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ക്ഷമ പാലിക്കുന്നവർക്ക് നബിയുടെ ജീവിതത്തെ ഒരു മാതൃകയാക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ അള്ളാഹു കാണാൻ ആഗ്രഹിക്കുന്നത് പ്രയാസകരമായ സമയങ്ങളിൽ നമ്മുടെ മനോഭാവം എന്താണെന്നും നമ്മുടെ വിശ്വാസം എത്രത്തോളം ശക്തമാണെന്നുമാണ്.